നോക്കൂ കുട്ടികളെ, ഇന്നലെ കഴിഞ്ഞ, അതായത് 2024 ഡിസംബർ 11 കഴിഞ്ഞ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2024-25 ഭാഗമായിട്ടുള്ള ഹിന്ദി പരീക്ഷയാണ്. ഹിന്ദി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗതിവിധി 1 ആദ്യത്തെ ആക്ടിവിറ്റി നോക്കുക. सूचना खंड पढ़ें और प्रश्नों के उत्तर लिखें. ഇതിൽ നിങ്ങൾക്ക് കാണാം, आदित्य का घर स्कूल के पास है. इतना कि स्कूल से आती आवाज़ें उनके घर में सुनाई देती हैं. वह आराम से स्कूल जाने की तैयारी करता है. वह रोज़ समय पर स्कूल पहुंचता है. आदित्य रोटी और सब्जी का नाश्ता करता है. तब उसकी माँ दरवाजे पर खड़ी होती है. सूचना खंड पढ़ें और प्रश्नों के उत्तर लिखें. ഖണ്ഡ് എന്നാൽ ഖണ്ഡികയാണ്. അത് പഠിച്ച് പ്രശ്ന ചോദ്യങ്ങളുടെ ഉത്തരം ലിഖ്ന, അല്ലേ, ലിഖ്ന എന്ന് പറഞ്ഞാൽ എഴുതുക. അതായത് ഈ ഖണ്ഡിക പഠിച്ച് അല്ലെങ്കിൽ ഈ ഖണ്ഡിക വായിച്ച് ഈ ഖണ്ഡികയിലൂടെ കടന്നുപോയി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന് മുൻപ് നമുക്ക് ഈ ഖണ്ഡികയൊന്ന് വിശദീകരിക്കാം. ആദിത്യ കാ ഘർ സ്കൂൾ കെ പാസ് ഹേ. ഘർ എന്നാൽ വീട് എന്നാണ് അർത്ഥം. ഇത്നാ കി സ്കൂൾ സെ ആത്തി ആവാസേം ഉസ്കെ ഘർ മേ സുനായി ദേത്തി ഹേ. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ് അർത്ഥം. സുനായി, സുനാന എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുക. സുന്നാനയല്ല, സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക, സുനാന എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക. അപ്പം സുനായി എന്നുള്ള വാക്കിനിവിടെ കേൾക്കുക എന്ന അർത്ഥമാണ്. വ ആരാം സെ സ്കൂൾ ജാനെ കി തയ്യാറി കർത്താ ഹേ. ആരാം സെ, വളരെ പതുക്കെ, സാവധാനം. വ റോസ് സമയ പർ സ്കൂൾ പഹുഞ്ചതാ ഹേ. റോസ് ദിവസവും, പഹുഞ്ചന എത്തിച്ചേരുക. ആദിത്യ റോട്ടി ഓർ സബ്ജി കാ നാശ്ത കർത്താ ഹേ. റോട്ടി എന്ന് പറഞ്ഞാൽ റൊട്ടി, ചപ്പാത്തി. സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി. നാശ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം. തബ് ഉസ്കി മാ ദർവാസെ പർ കടി ഹോത്തി ഹേ. മാ അമ്മ, ദർവാസ വാതിൽ. ഖടി ഹോത്തി ഹേ, ഖടാ ഹോന, ഖടി ഹോന എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കുക എന്നർത്ഥമാണ്. നോക്കൂ, ആദിത്യ കാ ഘർ സ്കൂൾ കെ പാസ് ഹേ. ആദിത്യൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്താണ്. ഇത്നാ കി സ്കൂൾ സെ ആത്തി ആവാസേം ഉസ്കെ ഘർ മേ സുനായി ദേത്തി ഹേ. സ്കൂളിൽ നിന്ന് വരുന്ന ശബ്ദം അവൻ്റെ വീട്ടിൽ കേൾക്കാം, അത്രയും അടുത്താണ്. വ ആരാം സെ സ്കൂൾ ജാനെ കി തയ്യാറി കർത്താ ഹേ. അവൻ വളരെ പതുക്കെ, വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. തൊട്ടടുത്തല്ലേ, അങ്ങനെ തിടുക്കപ്പെടേണ്ടതില്ല. വ റോസ് സമയ പർ സ്കൂൾ പഹുഞ്ചതാ ഹേ. ദിവസവും സമയത്ത് തന്നെ അവൻ വീട്ടിലെത്തിച്ചേരും. ആദിത്യ റോട്ടി ഓർ സബ്ജി കാ നാശ്ത കർത്താ ഹേ. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൊണ്ടുള്ള കറിയും ചപ്പാത്തിയുമാണ്. തബ് ഉസ്കി മാ ദർവാസെ പർ കടി ഹോത്തി ഹേ. അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മ വാതിൽപ്പടിയിൽ ചാരി
അങ്ങനെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കും. മുഴുവൻ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിരിക്കും അല്ലേ? നിങ്ങളുടെ അമ്മമാരും ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് നിൽക്കാറില്ലേ? ഇനി നമ്മൾ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങളിലേക്ക്, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യം എന്നാണ് അർത്ഥം, ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ആദിത്യ കാ ഘർ കഹാം ഹേ? ഘർ വീട്, ഘർ എന്ന് പറഞ്ഞാൽ വീട്. ആദിത്യൻ്റെ വീട് എവിടെയാണ്? ആദ്യത്തെ ഓപ്ഷൻ സ്കൂൾ കെ പാസ്, രണ്ടാമത്തെ ഓപ്ഷൻ അസ്പതാൽ കെ പാസ്, മൂന്നാമത്തെ ഓപ്ഷൻ ദുഖാൻ കെ പാസ്, നാലാമത്തെ ഈ ഓപ്ഷൻ ബാസാർ കെ പാസ്. കെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, സ്കൂൾ കെ പാസ് സ്കൂളിൻ്റെ അടുത്ത്, അസ്പതാൽ കെ പാസ് ആശുപത്രിയുടെ അടുത്ത്, ദുഖാൻ കെ പാസ്, ദുഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? കട, കടയുടെ അടുത്ത്, പീടികയുടെ അടുത്ത്. ബാസാർ കെ പാസ്, ബാസാർ എന്ന് പറഞ്ഞാൽ അങ്ങാടി, മാർക്കറ്റ്, അങ്ങാടിയുടെ അടുത്ത്, മാർക്കറ്റിൻ്റെ അടുത്ത്. ഇവിടെ നമുക്കറിയാം സ്കൂൾ കെ പാസ് ആണ് ഖണ്ഡികയുടെ ആദ്യത്തെ വരിയിൽ തന്നെ ഇത് തന്നിട്ടുണ്ട്, അതാണ് ഉത്തരം. രണ്ടാമത്തെ ഓപ്ഷൻ, ആദിത്യ കൈസെ സ്കൂൾ ജാനെ കി തയ്യാരി കർത്താ ഹേ? കൈസെ എങ്ങനെ, ആദിത്യ എങ്ങനെയാണ് സ്കൂളിൽ പോവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്? ഓപ്ഷൻ അ തേജി സെ, ഓപ്ഷൻ ആ ചുപ്കെ സെ, ഓപ്ഷൻ ഇ ആരാം സെ, ഓപ്ഷൻ ഇ ജൽദി സെ. നോക്കൂ, തേജി സെ വേഗത്തിൽ, ചുപ്കെ സെ പതുക്കെ, ആരാം സെ വളരെ സാവധാനം റിലാക്സ്ഡ് ആയിട്ട്, ജൽദി സെ തിടുക്കത്തിൽ. ഈ തേജീസെ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണ് കേട്ടോ. ജൽദീസെ തിടുക്കത്തിലാണെങ്കിലും അത്ര വേഗമില്ല. നമുക്കറിയാം ഉത്തരം ആരാംസെയാണ്, പതുക്കെയാണ്, സാവധാനമാണ്. മൂന്നാമത്തെ പ്രശ്നം ഗ, ഗ എന്ന് പറയുന്ന പ്രശ്നം, ആദിത്യ നാശ്തേ മേ ക്യാ ഖാതാ ഹേ? നാശ്തേ ബ്രേക്ക്ഫാസ്റ്റ്, ഖാന ഖാതാ ഖാന കഴിക്കുക. ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കുന്നത്? ഇഡ്ഡലി ഓർ സാമ്പാർ, ഓപ്ഷൻ ആ. ഓപ്ഷൻ ആ റോട്ടി ഓർ സബ്ജി, ഓപ്ഷൻ ഇ പറാട്ട ഓർ ഭുജിയ, ഓപ്ഷൻ ഇ അപ്പം ഓർ കറി. നമുക്കറിയാം ഓപ്ഷൻ ആ ആണ് ശരി, റോട്ടി ഓർ സബ്ജി. प्रश्न घ, दरवाजे पर कौन खड़ी होती है? दरवाजा വാതിൽ, വാതിൽക്കൽ ആരാണ് നിൽക്കാറ്? ഖടാ ഹോന, ഖടി ഹോന നിൽക്കുക. അങ്ങനെ വാതിൽക്കൽ നിൽക്കുന്നത് ആരാണ്? ദാദി, നാനി, ബഹൻ, മാ. ഓപ്ഷൻ ആ ദാദി ആൻറ്റി, ഓപ്ഷൻ ആ നാനി മുത്തശ്ശി, ഓപ്ഷൻ ഇ ബഹൻ സഹോദരി, ഓപ്ഷൻ ഇ മാ അമ്മ. നമുക്കറിയാം അമ്മയാണ് അല്ലേ, അമ്മയാണ് നിൽക്കുന്നത്. അവസാനത്തെ പ്രശ്നങ്ങ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. സഹി ശരിയായ, ചുന്ന തിരഞ്ഞെടുക്കുക, ലിഖ്ന എഴുതുക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ആ, ആദിത്യ റോസ് സമയ पर स्कूल नहीं पहुंचता है. റോസ് ദിവസവും, പഹുഞ്ചന എത്തിച്ചേരുക. ഓപ്ഷൻ ആ, ആദിത്യ റോസ് സമയ पर स्कूल पहुंचता है. റോസ് ദിവസവും, പഹുഞ്ചന എത്തിച്ചേരുക. ഓപ്ഷൻ ഇ, ആദിത്യ കബി കബി സമയ पर स्कूल पहुंचता है. കബി കബി ഇടയ്ക്കിടയ്ക്ക്, പഹുഞ്ചന എത്തിച്ചേരുക. ഓപ്ഷൻ ഇ,
ആദിത്യ കബി കബി സമയ പർ സ്കൂൾ നഹി പहुंचता है. കബി കബി ഇടയ്ക്കിടയ്ക്ക്, പഹുഞ്ചന എത്തിച്ചേരുക. നോക്കൂ, ഓപ്ഷൻ ആ, ആദിത്യ റോസ് സമയ പർ സ്കൂൾ നഹി പहुंचता है. ആദിത്യ ദിവസവും സമയത്ത് സ്കൂളിലെത്താറില്ല. ഓപ്ഷൻ ആ, ആദിത്യ റോസ് സമയ പർ സ്കൂൾ പहुंचता है. ആദ്യത്തെ ദിവസവും സമയത്തിന് തന്നെ സ്കൂളിലെത്തിച്ചേരാറുണ്ട്. ഓപ്ഷൻ ഇ, ആദിത്യ കബി കബി സമയ പർ സ്കൂൾ പहुंचता है. ആദിത്യ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ സമയത്തിന് എത്തിച്ചേരാറുണ്ട്. ഓപ്ഷൻ ഇ, ആദിത്യ കബി കബി സമയ പർ സ്കൂൾ നഹി പहुंचता है. ആദിത്യ ഇടയ്ക്കിടയ്ക്ക് സമയത്തിന് സ്കൂളിൽ എത്തിച്ചേരാറില്ല. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ആ ആണ്. ആദിത്യ റോസ് സമയ പർ സ്കൂൾ പहुंचता है. ആദിത്യൻ ദിവസവും സമയത്തിന് തന്നെ സ്കൂളിലെത്താറുണ്ട്. ഖണ്ഡികയിൽ നോക്കുക, വ റോസ് സമയ പർ സ്കൂൾ പहुंचता है. അവൻ ദിവസവും സമയത്തിന് തന്നെ സ്കൂളിൽ എത്തിച്ചേരാറുണ്ടെന്ന് ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്. ഗതിവിധി 2, രണ്ടാമത്തെ ആക്ടിവിറ്റി. सोचना, इंसानियत की मिसाल पाठ का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ്. മിസാൽ മാതൃക, ഉദാഹരണം എന്നൊക്കെയാണ് അർത്ഥം. മനുഷ്യത്വത്തിൻ്റെ ഉദാഹരണം എന്ന പാഠഭാഗം തന്നിട്ടുണ്ട്, എന്ന പാഠത്തിലൊരു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിക്കുക. പഠന, അത് വായിക്കുക. പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്, ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ആദ്യം തന്നിട്ടുള്ള ഭാഗം നോക്കാം. ബദ്രീനാഥ്, उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. നോക്കൂ, ബദ്രീനാഥ് എന്ന സ്ഥലം. ഉത്തരാഖണ്ഡ് മേ 18 ദിനോ 18 ദിവസങ്ങൾ. ഫസേ എന്ന് പറഞ്ഞാൽ എന്താ? കുടുങ്ങിക്കിടക്കുന്ന. ലോഗോ കി ജാൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ. ബച്ചാന എന്നൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക എന്നാണ് അർത്ഥം. കാം എന്ന് പറഞ്ഞാൽ ജോലി. ഖത്തം ഹോ ചുക്കാ ഹെ, ഖത്തം ഹോന എന്ന് പറഞ്ഞാൽ അവസാനിക്കുക. കൈ ലോഗോനെ അപ്നി ജാൻ ഹത്തേലി പർ രഖ്കർ, ജാൻ ജീവൻ, ഹത്തേലി പർ രഖ്കർ, ഹത്തേലി പർ രഖ്ന എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കുക. യെ കാം കിയ, കാം കർണ ജോലി ചെയ്തു. ഉത്തരാഖണ്ഡ് മേ ആയ സൈലാബ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളപ്പൊക്കം, പ്രളയം, ഫ്ലഡ്. നേ